ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചീവീടിൻ്റെ സൗണ്ട് വല്ലാണ്ട് കേൾക്കുന്നുണ്ട്, അവിടെ കരഞ്ഞോട്ടെ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് ഇവിടെ എത്തിയത്. അത്യാവശ്യം ഫേസിലൊക്കെ ടാൻ അടിച്ചിട്ടുണ്ട് വെയിൽ കൊണ്ടിട്ട്. പിന്നെ കുറച്ചധികം വണ്ണവും ഞാൻ വെച്ചിട്ടുണ്ട്. മുഖമൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ തൂങ്ങി ഗൈസ്. അത് ഫുള്ളി 10 ദിവസം നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡല്ലായിരുന്നു. അതാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ, കുറച്ച് ലേറ്റ് എഴുന്നേറ്റപ്പം ഒരു 8 മണിയായി. ഇനിയിപ്പോൾ പല്ല് തേച്ച് ഫുഡ് കഴിച്ച് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണം ഓരോന്നും. ഇത്രയും ദിവസം ഒന്നും അറിയണ്ട, രാവിലെ എണീക്കുക, കഴിക്കുക, കുളിക്കുക, കറങ്ങാൻ പോവുക. 10 ദിവസം അങ്ങനെ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഞാൻ പോയി പല്ലൊക്കെ ഇട്ട് ഉമ്മായി ശനിയാഴ്ച കൂടെ അവിടെ നനക്കാൻ പോയി. അപ്പം രാവിലെ എണീറ്റ് പല്ല് പോലും തേച്ചിട്ടില്ല ഗൈസ്. ഇവർ നനക്കാൻ വന്നപ്പോൾ ഓടി വന്ന് വീഡിയോ എടുക്കാൻ. ഉമ്മ മുകളിലുണ്ട്, നനച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് നന തുടങ്ങി ഗൈസ്. രാവിലെ തന്നെ നനക്കാൻ ഇറങ്ങിയതാണ് ഇവർ രണ്ടുപേരും കൂടി. ഇത് നമ്മൾ ട്രിപ്പ് പോയിട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ഇത്ര ലേറ്റ് ആയത് എനിക്ക് സൗണ്ട് കൊടുക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല. ടൈമല്ല, സിറ്റുവേഷൻ കിട്ടിയില്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ മഴ പെയ്താൽ മുകളിൽ വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കും. അതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ്, ഗോതമ്പ് നുറുക്ക് ഉപ്പുമാവ്. ഈ ബാഗിൽ ഓൾമോസ്റ്റ് നമ്മൾക്ക് കഴുകാനുള്ള തുണികളാണൊക്കെ വലിച്ചിടട്ടെ. ഞാൻ ആകെ ഇത്രയും മാത്രമാണ് കഴുകിയ ഡ്രസ്സ് ഇതിലുണ്ടായിരുന്നത്. ആ മൂലക്കടക്കുന്നിട്ടില്ല, അത് ഫുള്ള് കഴുകാനാണ്. കുറേയൊക്കെ ഞങ്ങൾ കാഞ്ചുരത്തുനിന്ന് മെഷീനിൽ കഴുകി യൂസ് ചെയ്യാത്തതാണിത്. കഴുകി അങ്ങനെ തന്നെ വെച്ചത്. അത് ഫുള്ള് കഴുകണം. ഇനി ഉമ്മ നനക്കുന്ന കണ്ടിട്ട് ഷിനാജിനെ കയറി നനച്ചൂടെയെന്ന് ആരും ചോദിക്കണ്ട. ഉമ്മ തന്നെ നനക്കുന്നതാണ് ഏറ്റവും കൂടുതൽ തൃപ്തി. ഞങ്ങളെ രണ്ടുപേരെയും കയറ്റാറില്ല. ഞാൻ പിന്നെ കയറാറേ ഇല്ല കേട്ടോ. ഷിനാജ് പിന്നെ ഇടക്ക് കയറി നനക്കാറുണ്ട്. ഒരു ലോഡ് തുണി അവിടെ കഴുകാൻ കിടക്കുന്നുണ്ടല്ലോ, അത് ഫുള്ള് സോപ്പ് പൊടിയിലിട്ടിട്ട് പിന്നെ ഞാൻ വേഗം വന്ന് അരിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം തുണി കഴുകാൻ വേണ്ടിയിട്ടാണ് പോയത്. കുഞ്ഞി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ കൊണ്ടുവന്ന കുറച്ച് സീഡ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അത് അവന് കൊടുത്ത് നനക്കാൻ വേണ്ടി എണീറ്റ്. എന്താ മധുരം തന്നെ അല്ലേ? ഓ, ഷുഗർ ഡയറ്റാ? എത്ര കിലോ കുറഞ്ഞ്? എന്ത് കണ്ടാന്ന്? അല്ല, എത്ര കിലോ കുറഞ്ഞ്? പിന്നെ എന്തിനാ ജിമ്മില് പോണത്? മുടിയുടെ കോലം കണ്ട ഗൈസ്. ഉപ്പുവെള്ളത്തിലല്ലേ ഇത്രയും ദിവസം തല നനച്ചത്. ഒരുമാതിരിയാണ് നോക്കി ഒട്ടും. ഇനി ഒന്ന് എണ്ണ തേച്ച് ലെവലാക്കണം. ഉമ്മാനെ കൊണ്ടൊന്ന് ശരിയാക്കിക്കട്ടെ. മുടി നിറച്ച് ചടയാണ്. അല്ലാതെ കൊട്ടായിട്ടില്ല, ചിപ്പൂട്ടിലെ കളിയില്ലാത്ത കെട്ടൊക്കെ ഉണ്ട്. അപ്പൊ കുളിച്ചിട്ടു പോണം എവിടെ? കടയിക്ക്. ഷിനാജ് കമ്പി കൊണ്ട് വരട്ടെ, എന്നിട്ടേ പോണുള്ളൂ. ആ ടൈം കൊണ്ട് തിരുമ്പട്ടെ. ഉച്ചയായാലും തിരും. മുടിയുടെ കോലം വളരെ പരിതാപകരമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉമ്മാനെ കൊണ്ടുവന്ന ചടയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് എണ്ണ തേച്ച് കെട്ടി വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാന്ന്. അപ്പോൾ തലക്കും ഒരു റിലാക്സേഷൻ അല്ലേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതുവരെ സ്വന്തമായിട്ട് തലയിലെ ചട കളയാനൊന്നും അറിയത്തില്ല കേട്ടോ. കല്യാണത്തിന് മുമ്പ് എൻ്റെ ഉമ്മ ആയിരുന്നു എനിക്കത് ചെയ്തു തരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ ഉമ്മ. പിന്നെ ഒറ്റക്കാകുന്ന സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ ശ്രമിക്കും. എന്നാലും ഉമ്മാമാര് കളഞ്ഞു തരുന്ന അത്ര വൃത്തിയാവത്തൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഷിനാജിന്റെ പല്ല് തേപ്പും കുളിയും തേവാരും ഒക്കെ കഴിഞ്ഞു വന്നിട്ട് ആള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. ഞാനാണെങ്കിൽ എൻ്റെ പൊന്നു ഗൈസ്, ഈ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം മുഖമൊക്കെ നല്ല തടി വെച്ച പോലെയാണ്. അല്ലെങ്കിൽ തന്നെ എൻ്റെ മുഖം മത്തങ്ങ പോലെയാണ് ഇരിക്കുന്നത്. 10 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ നല്ല മാറ്റം തോന്നിയിട്ട് എൻ്റെ മുഖത്തിന് വണ്ണം വെച്ച പോലെ ഇപ്പം അത് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഏർവാടിയിൽ നിന്ന് വാങ്ങിച്ച വെള്ളമിട്ടായില്ലേ, അത് കുറച്ച് ഉമ്മ പൊട്ടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അപ്പുറത്തൊക്കെ കുറേശ്ശെ കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ഇതേ ഉമ്മ മുറ്റടിക്കാൻ ഇറങ്ങി. മുറ്റടിക്കാൻ ലേറ്റ് ആയത് വേറെ ഒന്നും കൊണ്ടല്ല, മഴ നനഞ്ഞിട്ട് ആ വെയിലൊന്ന് ഉദിച്ച് ആ ഇലയൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് ഓർത്തിട്ട്. അല്ലെങ്കിൽ ഈ നനഞ്ഞ ഇല വരത്തില്ലല്ലോ. അപ്പോൾ ഉമ്മ മുറ്റാൻ തൂക്കുന്ന നേരത്തിന് ഞാൻ അടിച്ച് വാരി തുടച്ച് അത് കഴിഞ്ഞിട്ട് ഇതേ ഞാൻ ആ മല പോലെ ഇട്ട തുണിയൊക്കെ കഴുകാൻ നിന്ന്. തുണി കഴുകൽ കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ കുളിക്കാൻ നിൽക്കത്തില്ല കേട്ടോ. കാരണം തുണി കഴുകി ആകപ്പാടെ ഫുള്ള് ഞാൻ മൊത്തം നനയും. അങ്ങനെ വേഗം പോയി
പോയി തുണി കഴുകി കുളിച്ച് വന്നിട്ട് മോരുകറിക്കുള്ളതൊക്കെ അരച്ചു കൊടുത്തപ്പോഴത്തേക്കും ഉമ്മ ഈ ബോട്ടിയില്ലേ അത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ച് മോരുകറി എന്നിട്ട് മോരുകറി താളിക്കുവാണ്. ബോട്ടി ഞാൻ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തക്കാളി മെഴുക്ക് വരട്ടിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മേമ വന്ന് വരുന്നവർക്കൊക്കെ നമ്മൾ സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. ചോറും മോരുകറിയും തക്കാളി മെഴുക്കും അച്ചാറും 10 ദിവസത്തിന് ശേഷം ആസ്വദിച്ച് കഴിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട ഗൈസ്, നമ്മുടെ അലമാരയുടെ മോളൊക്കെ ഭയങ്കര മിസ്സായിട്ടിരിക്കുകയാണ്. നമുക്ക് വെക്കാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്നത്. അപ്പം അതൊക്കെ പോട്ടെ. അപ്പം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർവെല്ലിൻ്റെ ഒരു ക്ലാസ്സിന് ഞാൻ ജോയിൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് കൂടുതൽ ഈ പ്രൊമോഷനൊക്കെ മെസ്സേജ് വരുന്നത് ഇംഗ്ലീഷിലാണ്. സംഭവം അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ എനിക്കറിയാം, പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം ഈ കരണ്ട് പോയി. അപ്പം കുറച്ച് ദിവസം ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറേ ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ചിലവർക്ക് എഴുതാൻ, ചിലവർക്ക് വായിക്കാൻ, ചിലവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇപ്പം എന്നെ പോലെ തന്നെ ഓൾമോസ്റ്റ് കുറേയൊക്കെ ഇംഗ്ലീഷ് അറിയാം, പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഭയങ്കര കുറവായിരിക്കും. ഇപ്പം ഞാൻ തന്നെ പഠിച്ച കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ്. അപ്പോൾ കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ച് ഇൻ്റർവ്യൂവിന് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്തത്, ഇംഗ്ലീഷിലായിരിക്കുക മലയാളത്തിലായിരിക്കുക. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം. നമുക്ക് ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് കുറച്ചെങ്കിലും അറിയത്തില്ലെങ്കിൽ നമുക്കൊരു ജോബ് കിട്ടുന്നത് തന്നെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാകും. ഈ ഇൻ്റർവ്യൂസിനൊക്കെ ഏറെക്കുറെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്, മലയാളത്തിൽ ആണെങ്കിൽ പോലും. അതായത് ഇംഗ്ലീഷ് മലയാളം മിക്സ് ആയിട്ടായിരിക്കും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഫുള്ളി ഇംഗ്ലീഷിൽ മറുപടി പറയേണ്ടി വരും. അപ്പം ഞാൻ തന്നെ ഫസ്റ്റ് ജോലിക്ക് കയറിയ ഹോസ്പിറ്റലിൽ എനിക്ക് 2-3 പിള്ളേരെ ഇൻ്റർവ്യൂ ചെയ്യേണ്ട ഒരു സമയം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ CV എൻ്റെ കയ്യിൽ തന്നിട്ട് ഫുൾ ഇംഗ്ലീഷ് പറയാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ നമ്മൾ ഈ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കത്തില്ല, അതേപോലെ മൈ നെയിം ഈസ് ഇത്, മൈ ഫാദർ ഈസ്, മൈ മദർ ഈസ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ അവരെന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ എൻ്റെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞോന്ന്. അപ്പം ഞാനും വേറൊരാളും എൻ്റെ കൂടെ ജോലി ചെയ്ത് വേറൊരാൾ, ഞങ്ങൾ 2 പേരും കൂടെയാണ് 3-4 പിള്ളേരെ ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പം അതാ പറഞ്ഞത്, നമുക്ക് ഇംഗ്ലീഷ് കുറച്ചെങ്കിലും പ്രോപ്പറായിട്ട് അറിയത്തില്ലെങ്കിൽ നമുക്ക് ജോലി വരെ കിട്ടാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഏതൊരു ജോബിനാണ് എങ്കിലും പ്രോപ്പറായിട്ട് കുറച്ചെങ്കിലും ഇംഗ്ലീഷ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും ഇംഗ്ലീഷൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഇൻ്റർവെല്ലിൻ്റെ ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഫസ്റ്റ് തന്നെ അവർ നമുക്ക് അഡ്മിഷൻ എടുത്ത് ക്ലാസ് എടുക്കുകയല്ല, ഫസ്റ്റ് തന്നെ അസസ്മെൻറ്റ് നോക്കും. അത് നോക്കിയിട്ട് നമ്മൾ ഏത് ലെവലാണോ, ഇനിയിപ്പോൾ ബിഗിനർ ആണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ക്ലാസ്. ഏതൊരു പ്രായക്കാർക്കും ഇവർ ഇതിൽ ജോയിൻ ചെയ്യാൻ കേട്ടോ. അങ്ങനെ പ്രായപരിധിയൊന്നും ഇല്ല. ഇനിയിപ്പോൾ പാരൻസ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും ആർക്ക് വേണമെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ മക്കളെ വലിയ CBSE സ്കൂളുകളില്ലേ, അതിൽ ചേർക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പാരൻസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും ഈ പാരൻസ് ഉൾപ്പെടെ ഇംഗ്ലീഷ് ആയിരിക്കും പറയുന്നത്. അപ്പം അങ്ങനെ ഇംഗ്ലീഷ് പറയാതെ ബുദ്ധിമുട്ടുന്നവർക്കും നല്ലൊരു ഓപ്ഷനാണിത്. നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിച്ച് ഫ്ലുവൻ്റ് ആക്കി എടുക്കാൻ പറ്റും ഇവർ ഈ ഇൻ്റർവെല്ലിൽ ജോയിൻ ചെയ്താൽ. ഉച്ചക്കത്തെ ഫുഡ് അടി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ക്ലാസ്സിൽ കുറച്ച് നേരം ഇരുന്നു. ഇതാണ് അപ്പം ഞാൻ പറഞ്ഞ ഇൻ്റർവെല്ലിൻ്റെ സ്പീക്ക് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്. ഇവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. മെയിനായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും 1-on-1 ടീച്ചിങ് ആണ്. അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലയിൽ. പിന്നെ നമുക്ക് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സൊക്കെ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അതുകൊണ്ട് എന്ത് ഡൗട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് പൊട്ടത്തരമാണ് അല്ലെങ്കിൽ തെറ്റും അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. ഞാൻ 1ാം ക്ലാസ് മുതൽ +2 വരെ ഇംഗ്ലീഷ് മീഡിയമാണ് കേട്ടോ പഠിച്ചത്. അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാം, എന്നാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഭയങ്കര കുറവാണ്. പിന്നെ ഇവരുടെ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും വലിച്ചു വാരി പെട്ടെന്ന് നമ്മളെ പഠിപ്പിച്ച് തീർത്ത് പോണ പരിപാടി അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് ഓരോ സിറ്റുവേഷനൊക്കെ ഇട്ട് തന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസും കോൺവെർസേഷനൊക്കെ ആയിരിക്കും. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ ഇവർ ക്ലാസ് എടുത്ത് തരും. നമുക്ക് ഇനിയിപ്പോൾ ഹൗസ് വൈഫ് ആണെങ്കിലും കോളേജിൽ പോണ സ്റ്റുഡൻസ് ആണെങ്കിലും നമുക്ക് ഏത് ടൈമാണ് പറ്റുന്നത് ആ ഒരു ടൈമിൽ ഇവർ ക്ലാസ് എടുത്ത് തരും. ഞാൻ ഇപ്പോൾ 2-3 ദിവസം ഇവരെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ സ്പീക്ക് പ്രോ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിൽ ഇംഗ്ലീഷ് മാത്രമല്ല കേട്ടോ, ജർമ്മനും ഫ്രഞ്ചൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അത് കൂടാതെ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ +2 വരെ പഠിക്കുന്ന മക്കൾക്ക് ട്യൂഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസും അവൈലബിൾ ആണ്. എന്തായാലും നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും ഇൻ്റർവെല്ല്. ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിലും കമൻറ്റ് ബോക്സിലും അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ കൊടുത്തേക്കാം. അങ്ങനെ എൻ്റെ ക്ലാസ്സൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു ഉച്ചയിറക്കവും കഴിഞ്ഞിട്ട് നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. വലിയ മഴയൊന്നും ഇല്ലാഞ്ഞത് കൊണ്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഞാൻ മിക്കവാറും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് 1 മാസത്തേക്കുള്ള സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് വാങ്ങിച്ചു വെക്കും.
അപ്പം അങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. ആദ്യമൊക്കെ ഞാൻ പോകുമ്പോൾ വലിയ നീണ്ട ലിസ്റ്റൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ പോകുന്നത്. ഇപ്പം അങ്ങനെ പോയി ശീലമായതുകൊണ്ട് എന്താണ് ഏതാണ് എടുക്കേണ്ടതെന്ന് അറിയാവുന്നതുകൊണ്ട് ഇപ്പം അങ്ങനെ ലിസ്റ്റൊന്നും കൊണ്ടുപോകാറില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ സാധനം മറന്നിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. കല്യാണത്തിന് മുമ്പ് ഒരു വീട്ടിലേക്ക് എന്തൊക്കെ സാധനം പ്രോപ്പറായിട്ട് വാങ്ങണമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അത് ഏറെക്കുറെ ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ. കല്യാണം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ സാധനം വാങ്ങാൻ പോയി എന്തൊക്കെ വേണം ഏതൊക്കെ വേണമെന്നുള്ളത് ഒരു പരിചയമായത്. വണ്ടി കൊണ്ടിടാം. സോപ്പ് ഇവിടെ ഇവര് ഫുൾ ഇങ്ങനെ ചേഞ്ച് ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ വരുമ്പോ ഒരു ഐഡിയ കിട്ടത്തില്ല. അങ്ങനെ പേസ്റ്റ്, സോപ്പ് പൊടി അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ സാധനങ്ങൾ എല്ലാ പ്രാവശ്യം വാങ്ങുന്നത് കോട്ടോപ്പാടത്തുള്ള AK സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. നമ്മൾ വാങ്ങാൻ തുടങ്ങിയ അന്ന് മുതൽ ഇപ്പോഴും അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ലെക്സോ വാങ്ങുന്നത്. ഒരു ചേഞ്ചിന് റെക്സോൺ എടുത്താലോ. പക്ഷെ അതിൻ്റെ സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഒരെണ്ണം ഫ്രീ ആണ്. സോപ്പ് ഏതാ വേണ്ടേ നോക്ക്. ലെക്സോനെ മതിയാ. ഇതൊരെണ്ണം എടുത്ത ഒരെണ്ണം ഫ്രീ ഉണ്ട്. പക്ഷെ എൻ്റെ സ്മെല്ല് ഒരു കുത്തുന്ന സ്മെല്ലില്ലേ. അതെ ഇത് വേണം. സിന്തോള് ഏതാന്ന് വെച്ചാൽ നോക്കിയെടുക്ക്. പിയേഴ്സ് എടുത്താലേ എന്നാ ലെക്സ് എടുത്തോ. ഡവിന് നല്ല റേറ്റ് ഉണ്ട്. ചെറുത് വേഗം തീരും. ഒരു സോപ്പ് മേടിക്കാനാണ് നിങ്ങൾ ഇതിന് മാത്രം ചർച്ച നടത്തുന്നതെന്നായിരിക്കും അല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാ പ്രാവശ്യം ഞങ്ങൾ എല്ലാ സോപ്പ് എടുത്ത് നോക്കിയിട്ട് ഇത് വാങ്ങാം അത് വാങ്ങാമെന്ന് പറഞ്ഞാലും അവസാനം ഞങ്ങൾ ലെക്സിൽ ഒതുക്കും. അതെപ്പോഴും അങ്ങനെയാണ് കേട്ടോ. എനിക്ക് പൊതുവേ ഈ ലെക്സിൻ്റെ സോപ്പാണ് കേട്ടോ ഇഷ്ടം. കാരണം നല്ല സ്മെല്ലാണ് അതിന്. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വേറെ നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നോക്കുന്നതാണ്. പക്ഷേ വാങ്ങാറില്ല. ലെക്സ് മതിയെന്ന് തീരുമാനിച്ചാൽ പിന്നെ നെക്സ്റ്റ് കൺഫ്യൂഷൻ ഏത് കളർ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മാസം വരുമ്പം ഓരോ കളറായിരിക്കും കേട്ടോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം നമുക്ക് എന്തായാലും റോസ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഷിനാജു പറഞ്ഞു റോസ് വേണ്ട നമുക്ക് നീല എടുക്കാമെന്ന്. പിന്നെ അതിനായി ഞങ്ങളവിടെ തറക്കം. എന്തായാലും ഫൈനലി നമ്മൾ നീല തന്നെ എടുത്ത് ഈ ഒരു സെക്ഷനിൽ കുറച്ചധികം നേരം നമ്മളങ്ങനെ ചർച്ച നടത്തി കേട്ടാ. ഞങ്ങൾ പൊടികളൊക്കെ മില്ലെന്ന് എപ്പോഴും വാങ്ങുന്നത്. ഇപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീർ ചില്ലിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഷിനാജ് രാവിലെ ലേറ്റ് ആയിട്ടല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ പോയി വന്നിട്ടാണ് ഷിനാജ് പിന്നെ ചോറ് കഴിച്ചത്. ചോറും മോരുകറിയും പിന്നെ ബോട്ടി വരട്ടി വെച്ചതും ഉണ്ടായിരുന്നു. എനിക്ക് തിന്നാൻ ബോട്ടി കഴിക്കാത്തതുകൊണ്ട് ചെറിയൊരു പീസ് എടുത്തിട്ട് ആ മുറിച്ച പീസ് ഞാനാ തിന്നേ. ബോട്ടി ടേസ്റ്റ് ഉണ്ടോ? ലുക്ക് കണ്ടിട്ട് ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കൊറിയർ എടുക്കാനുള്ള സാധനങ്ങൾ വന്നു. ഇതൊക്കെ വീഡിയോ എടുക്കാനുള്ള സാധനങ്ങൾ. ഇത്രയും സാധനങ്ങൾ നമുക്ക് വീഡിയോ എടുക്കാനാണ്. അപ്പം ഞങ്ങൾ മേമാട് അവിടെ പോയി എടുത്തിട്ട് വരും. മേമാട് അവിടെ ചെന്നപ്പോഴത്തേക്കും വീഡിയോ എടുത്തപ്പോൾ സുനീറാക്ക് ഭയങ്കര നാണം. എടി എൻ്റെ കോലം കൊള്ളത്തില്ല, നീ എന്നെ വീഡിയോ എടുത്ത് നാറ്റിക്കല്ലേ എന്നും പറഞ്ഞ് നമ്മളാരാ മോള് വെറുതെ വിടുക. ഞാൻ ഒരു ചെറിയ ക്ലിപ്പ് എടുത്ത് വെച്ച് അങ്ങനെ അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഷിനാജ് വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാ. 2 സ്കൂട്ടിയായിട്ടാണ് പോയത്. എൻ്റേത് രാവിലെ തന്നെ സർവീസ് ചെയ്ത് കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല ഗൈസ്. നമുക്ക് വണ്ടി വെക്കാനുള്ള ഒരു സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എത്ര സർവീസ് ചെയ്തെന്ന് പറഞ്ഞാലും മഴ പെയ്തിട്ട് ചെളി മൊത്തം വണ്ടിയിലാകും. പിന്നെ ഒരു വിധത്തിൽ ഞങ്ങൾ ഷീറ്റൊക്കെ ഇട്ട് മറച്ച് വെക്കും. അങ്ങനെ വണ്ടി എടുത്ത് ഷിനാജിൻ്റെ വണ്ടി വീട്ടിലും വെച്ച് എൻ്റെ സ്കൂട്ടിയായിട്ട് നമ്മൾ നേരെ കോട്ടോപ്പാടത്ത് പോയി കേട്ടോ. നമുക്ക് മീൻ വാങ്ങണമായിരുന്നു. പിന്നെ വണ്ടിയിൽ എണ്ണ തീർന്നിരിക്കുമായിരുന്നു. എണ്ണ തീരുമ്പോൾ നമ്മളങ്ങനെ ഫുൾ ടാങ്ക് ആക്കി അടിച്ചു വെക്കും. കാരണം ഞാനും ഉമ്മായി എന്താവശ്യം ഉണ്ടെങ്കിലും ആ സ്കൂട്ടിയിലല്ലേ പോകുന്നത്. അങ്ങനെ എണ്ണയും ഫുൾ അടിച്ചിട്ട് നമ്മൾ മീൻ വാങ്ങാൻ ചെന്നപ്പോൾ അവിടെ ചാകര വന്ന പോലെ ആയിരുന്നു കൊഴുവ, അതായത് നത്തൾ. പിന്നെ അതും കുറച്ച് വാങ്ങിച്ച്, അയില വാങ്ങിച്ച്, അങ്ങനെ 1-2 ഐറ്റംസൊക്കെ വാങ്ങിച്ച്. പച്ചക്കറി വേണമായിരുന്നു. അത് വാങ്ങിച്ച് തിരിച്ച് പോരുമ്പോൾ ഷവർമ്മ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു മോഹം, ഷവർമ്മ വാങ്ങിച്ചാലാണ്. അങ്ങനെ ഷവർമ്മ ഞങ്ങൾ 2 വാങ്ങിച്ചുള്ളൂ കേട്ടോ. 1 ഞാൻ ഷിനാജും കൂടെ ഹാഫ് കഴിച്ചു, 1 ഉമ്മാക്കും. അങ്ങനെ പാഴ്സൽ വാങ്ങിപ്പോയി.
അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറ് കഴിച്ചത്. ചോറിന് പിന്നെ നമ്മൾ ഉച്ചക്ക് കഴിച്ച ആ സെയിം കറികളൊക്കെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞത് ഷിനാജിൻ്റെ സ്ഥിരം പരിപാടിയാണ് തല ഇങ്ങനെ മസാജ് ചെയ്യിക്കുന്നത് കേട്ടോ. കുറേ നേരം മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. എനിക്കറിയാം ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുറച്ച് ഷോർട്ടാണ്, കാര്യമായിട്ട് ഞാൻ ഇതിലൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. എന്തായാലും നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഉഷാറാക്കാം, അതായത് നെക്സ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് അടിപൊളിയാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ്സ് ഞാൻ വായിക്കാറുണ്ട്, പറ്റുന്ന പോലെ എല്ലാവർക്കും ഞാൻ റിപ്ലൈയും തരാറുണ്ട്. എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ കമൻറ്റ്സ് വായിക്കുക എന്നത്. അതുകൊണ്ട് മാക്സിമം വീഡിയോ കാണുന്നവർ എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സ് ഇട്ടിട്ട് പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാവേ.